ഒക്ടോബറിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കും. ഇൻഡോ കനേഡിയൻ ബന്ധം വഷളായതിനു ശേഷമുള്ള കനേഡിയൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം നിർണായകമാകും. ഒരുപക്ഷെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ തന്നെ വഴിത്തിരിവുണ്ടാകാൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാനഡയിലേക്കൊക്കെ ചേക്കേറുന്ന ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കാനഡയിലെ കാലാവസ്ഥ മാറി വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഒരുപക്ഷെ ഈ ബന്ധത്തിൽ വീണ്ടും ഒരു പഴയ കാലത്തിലേക്ക്, ആ സുവർണ്ണകാലത്തിലേക്ക് മടങ്ങിപ്പോകും എന്നൊരു സൂചന ഈ സന്ദർശനം തരുന്നുണ്ടോ? നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഇന്ത്യയും G20 ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ തന്നെ ഈ നയതന്ത്ര തലത്തിലുള്ള ഈ ബന്ധം ശക്തിപ്പെടുത്താൻ അന്ന് ഈ ചേർന്ന കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുത്തിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യ ചൈന സന്ദർശനമായിരിക്കും ഈ സമയത്ത് നടത്തുന്നത്. ഒക്ടോബറിലായിരിക്കും ഈ സന്ദർശനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുൻ പ്രധാനമന്ത്രി, അതായത് കനേഡിയയിലെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോവുമായിട്ട് അധികാരത്തിലുണ്ടായിരുന്ന ായിരുന്നു ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അത് ഖലിസ്ഥാൻ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്. രണ്ട് രാജ്യങ്ങളിൽ നിന്നും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്നതടക്കം പുറത്താക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കടക്കം ഈ കാനഡ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരെ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെ നിന്ന് മെല്ലെ ഈ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ G20 ഉച്ചകോടിയിൽ രണ്ട് പ്രധാനമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ചർച്ചകൾ നടത്താനാണ് ഈ യാത്ര നടത്തുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. കൂടാതെ ഇന്ത്യ കാനഡ ബന്ധം അതിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ളവ അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.